കാലാവസ്ഥാ വ്യതിയാനം കാരണം കേരളത്തിൽ പച്ചക്കറി വില റെക്കോർഡ് വേഗത്തിൽ കുതിക്കുകയാണ്. അതോടൊപ്പം പാൽ വിലയിലും വർധനവുണ്ടായിട്ടുണ്ട്. വില വർധനയിൽ ഓണാഘോഷത്തിന്റെ താളം തെറ്റുമോ എന്ന ആശങ്കയിലാണ് മലയാളികൾ. ഓണക്കാലത്തെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് മലയാളികൾ. എന്നാൽ പല സാധനങ്ങൾക്കും വില വർദ്ധിച്ചത് മലയാളികൾക്ക് തിരിച്ചടിയാണ്. കാലാവസ്ഥാ വ്യതിയാനം കാരണം കേരളത്തിൽ പച്ചക്കറി വില റെക്കോർഡ് വേഗത്തിലാണ് ഉയരുന്നത്. ഓണം വരും മുൻപേ വിലയിലുണ്ടാകുന്ന ഈ കുതിച്ചുചാട്ടം ഉപഭോക്താക്കളുടെ ചങ്കിടിപ്പ് കൂട്ടുകയാണ്. പച്ചക്കറി ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങളുടെ വില ഓഗസ്റ്റ് മാസത്തോടെ സർവകാല റെക്കോർഡിലെത്തുമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. ജൂൺ മാസത്തിൽ വേണ്ട മഴ ലഭിക്കാത്തതാണ് കാർഷിക ക്ഷീരമേഖലയിൽ കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുള്ളത്. ഇനി ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് പ്രതീക്ഷ. ഈ മാസങ്ങളിലും കേരളത്തിലേക്ക് മഴ എത്തിയില്ലെങ്കിൽ വിലക്കയറ്റം രൂക്ഷമാകും. മഴയുടെ കുറവ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് പയറുവർഗ്ഗങ്ങൾ, എണ്ണക്കുരുക്കൾ, ചോളം എന്നിവയാണെന്ന് കർഷകർ പറയുന്നു. ഇനിയും മഴ ലഭിച്ചില്ലെങ്കിൽ തുവരപ്പരിപ്പ് പോലെയുള്ളവയുടെ ഉൽപാദനം കുറയും. മഴയുടെ കുറവ് പച്ചക്കറികളുടെ വിപണിയിലേക്കുള്ള വരവ് കുറച്ചത് വില ഉയരാൻ കാരണമായിട്ടുണ്ട്. രാജ്യത്ത് ഇവയുടെ ഉൽപാദനം കുറയുന്നത് കേരളത്തെ മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങളെയും ഒരുപോലെ ബാധിക്കുകയാണ്. ഓണം പോലുള്ള ഉത്സവകാലങ്ങളിൽ പച്ചക്കറികളുടെ ആവശ്യകത വർദ്ധിക്കുന്നത് വില വർധനവിന് കാരണമാകും. പച്ചക്കറിക്ക് പിന്നാലെ സംസ്ഥാനത്ത് പാൽ വിലയിലും വർധനവുണ്ടായിട്ടുണ്ട്. സ്വകാര്യ പാൽ കമ്പനികൾക്ക് പിന്നാലെ മിൽമയും അടുത്തിടെ വില വർദ്ധിപ്പിച്ചിരുന്നു. ഏകദേശം 3% വരെയാണ് ഇതുവരെ രേഖപ്പെടുത്തിയ വില വർധനവ്. മഴ ഇനിയും എത്തിയില്ലെങ്കിൽ വിലയിൽ 4% വർധനവ് ഉണ്ടായേക്കാമെന്നാണ് നിഗമനം. കാലവർഷം ദുർബലമാകുന്നത് കന്നുകാലികൾക്ക് നൽകേണ്ട വെള്ളം, പുല്ല് എന്നിവയുടെ ലഭ്യതയിലും കുറവ് വരുത്തും. ഇതാണ് പാൽവില കൂടുന്നതിന് കാരണമാകുന്നത്. കാലിത്തീറ്റ, ഇന്ധനം, പാക്കിംഗ് എന്നിവയിൽ ചെലവ് വർദ്ധിക്കുന്നതും പാൽവില ഉയർത്താൻ കർഷകരെ പ്രേരിപ്പിക്കുന്നുണ്ട്. എന്നാൽ ക്ഷീരമേഖല നേരിടുന്ന പ്രതിസന്ധി പാൽവിലയെ മാത്രമല്ല, മറിച്ച് തൈര്, പനീർ, വെണ്ണ, നെയ്യ്, ചീസ് തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ വിലയെയും സ്വാധീനിക്കുന്നതാണ്. ഓണത്തിന് വലിയ അളവിലാണ് പാലും പച്ചക്കറികളും പയറുവർഗ്ഗങ്ങളുമെല്ലാം മലയാളികൾ ഉപയോഗിക്കുന്നത്. എന്നാൽ വില വർധനവ് സംഭവിക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ ഉയർന്ന ചെലവിൽ മാത്രമേ ഓണം ആഘോഷിക്കാൻ ഇത്തവണ കഴിയൂ. വീട്ടിൽ സദ്യയുണ്ടാക്കുന്നതിനും കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനുമെല്ലാം വലിയ വില കൊടുക്കേണ്ടതായും വരും. പച്ചക്കറി, പയറുവർഗ്ഗ, പാൽ വിലകളിൽ മാത്രമല്ല വില വർധനവിന് സാധ്യതയുള്ളത്. ഇതിനു പിന്നാലെ വെളിച്ചെണ്ണയുടെയും വില ഉയരും. 2025 ഓണക്കാലത്ത് ഏകദേശം 600 രൂപയോളമായിരുന്നു 1 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് കേരളത്തിലുണ്ടായിരുന്ന വില. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.